രാജ്യത്ത് വീണ്ടും പാചകവാതക വിലയിൽ വൻ വർധനവ്. വാണിജ്യ സിലിണ്ടറുകൾക്ക് 46 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 19 കിലോ സിലിണ്ടറിന് 3131 രൂപയാണ് പുതുക്കിയ വില. എന്നാൽ ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. പുതുക്കിയ വില ഇന്ന് മുതൽ നിലവിൽ വരുമെന്നാണ് വിവരം. വിശദാംശങ്ങളുമായി അഞ്ജലി ചേരുന്നുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന്. അഞ്ജലി, ഇതിപ്പോൾ വീണ്ടും എനിക്ക് തോന്നുന്നു ഒരു മാസത്തിനിടയിൽ ഇത് 4ാമത്തെ തവണയാണ് ഈ വില വർധനവ് ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ഈ ഹോർമുസിൻ്റെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വിലക്കയറ്റം രൂക്ഷമാണ്. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു കാര്യങ്ങൾ. ഇപ്പോൾ ഈ വില വർധനയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ എന്താണ്? അതെ, ഗൗതം പറഞ്ഞതുപോലെ നമുക്കറിയാം, ഈ പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ സാഹചര്യം തൊട്ട് വലിയ രീതിയിലുള്ള വാണിജ്യ വില വർധനയിലായാലും ഗ്യാസ് സിലിണ്ടർ വില വർധനയിലൊക്കെ വലിയ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും രാജ്യത്ത് പാചകവാതക വിലയിൽ വൻ വർധന ഉണ്ടായിരിക്കുന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് വാണിജ്യ സിലിണ്ടറുകൾക്ക് 46 രൂപയുടെ വർധനയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. 19 കിലോ സിലിണ്ടറിന് 3131 രൂപയാണ് ഇപ്പോൾ പുതുക്കിയ വില. എന്നാൽ ഒരു ആശ്വാസം എന്ന് പറയാൻ ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല എന്നത് മാത്രമാണ് ഇപ്പോൾ ഒരു ആശ്വാസമുള്ളത്. നമുക്കറിയാം, ഈ രാജ്യത്തെ ഉടനീളം ഹോട്ടൽ ജീവനക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യങ്ങളിലേക്കാണ് ഈ ഒരു വിലക്കയറ്റം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരുപാട് ആളുകൾ ഇതിനെതിരെ പ്രതിഷേധമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് കടകളെല്ലാം ഇത്തരത്തിൽ വാണിജ്യ വിലയിൽ വർധന ഉണ്ടായ സാഹചര്യത്തിൽ അടച്ചിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇപ്പോൾ എന്തായാലും വീണ്ടും ഈ ഹോട്ടൽ ജീവനക്കാരെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന രീതിയിൽ രാജ്യത്ത് പാചകവാതക വിലയിൽ വലിയ വർധന ഉണ്ടായിരിക്കുകയാണ്. ഗൗതം, അഞ്ജലിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിലവിൽ ഈ വില വർധനവ് ഒരുപക്ഷെ ഹോട്ടൽ വ്യവസായത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. ഇതിനോടകം 3000-ന് മുകളിലാണ് സിലിണ്ടറിന് നൽകേണ്ട വില. അതോടൊപ്പം തന്നെ അവശ്യ വസ്തുക്കൾക്കും വില വർദ്ധിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു മാസത്തിനിടെ ഉണ്ടായിരിക്കുന്ന 3ാമത്തെ വർധനയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.